ഞങ്ങൾ നിൽക്കുന്ന സ്പെയിനിലല്ല, ഇറ്റലിയിലല്ല, വെനീസിലല്ല, സ്വിറ്റ്സർലാൻഡിലല്ല. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് 1 2 3 വെൽക്കം ടു നാത്രാങ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഞങ്ങൾ നിൽക്കുന്നത് സ്പെയിനിലല്ല, ഇറ്റലിയിലല്ല, വെനീസിലല്ല, സ്വിറ്റ്സർലാൻഡിലല്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വിയറ്റ്നാമിലെ നാൻട്രാങ്ങിലാണ്. ഇന്നത്തെ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് വിയറ്റ്നാമിൽ വരണം എന്ന് തോന്നും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. സോ വെൽക്കം ടു നാട്രാങ്. റെസ്റ്റൊക്കെ കഴിഞ്ഞ് പ്രിയ ഫസ്റ്റ് ഡേ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയുണ്ട് സ്ഥലം? ഇത് യൂറോപ്പ് പോലെ ഉണ്ടല്ലോ ഇല്ലേ? ഇതിന്റെ റീൽസിൽ തുടക്കം തന്നെ പറയുന്നത് ദിസ് ഇസ് നോട്ട് വെനീസ്, ദിസ് ഇസ് നോട്ട് സ്വിറ്റ്സർലൻഡ്, ദിസ് ഇസ് നാത്രാങ് എന്നാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ ഈ ഒക്കെ സ്ഥലങ്ങൾ പോലെ തോന്നും. ഞങ്ങളുള്ളത് വിൻപേൾ നാത്രാങ് എന്ന സ്ഥലത്താണ്. ഇവിടെ ആക്ച്വലി ഒരു റിസോർട്ട് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരു കേബിൾ കാർ എടുത്തിട്ടാണ് ഇവരുടെ ഐലൻഡിലേക്ക് പോകുന്നത്. ആ ഐലൻഡിൽ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്, അല്ലാതെ ഒരു ഷോപ്പിംഗ് ഏരിയ പോലത്തെ ഒരു സ്ഥലമുണ്ട്, അല്ലാതെ ഒരു റിസോർട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അവിടെ വേണമെങ്കിൽ 2 ദിവസം പോയി താമസിക്കാം. കിഡ്ലൻ റിസോർട്ടാണ്. അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് മാത്രമായിട്ട് പോകാം. വെറുതെ ആ ഐലൻഡിൽ കേബിൾ കാർ എടുത്ത് അവിടെ പോയി ജസ്റ്റ് അവരുടെ സൈറ്റ് സീയിങ് കണ്ടിട്ട് വരാം. സോ പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. പക്ഷേ അതൊരു സംഭവമാണ് ഞാൻ കേട്ടത്. അതിൻ്റെ അവിടെ സൂ വരെ ഉണ്ട് ഒരു ഐലൻഡിൽ. ഇവരുടെ കേബിൾ കാർ സ്റ്റേഷൻ തന്നെ എന്തൊരു വലുതാന്ന് നോക്കിക്കേ. ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാം. പക്ഷേ വെരി കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ്സ് ലുക്കിംഗ്. പല രീതിയിലുള്ള ടിക്കറ്റ്സ് ഉണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്കുള്ളതുണ്ട്, ഫുഡ് ആൻഡ് വൗച്ചേഴ്സ് ഉണ്ട്, പല രീതിയിലുണ്ട്. ഞാൻ എടുക്കുന്നത് ജസ്റ്റ് എനിക്ക് കേബിൾ കാർ മാത്രം മതി. കാരണം ഇന്നെങ്കാട്ടി നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഞാൻ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. സോ ഇതൊക്കെയാണ് റേറ്റ്സ് വരുന്നത്. ഞാൻ എടുക്കുന്നതിന് ഏകദേശം 600 രൂപയാണ്, 630 രൂപയാണ്. കേബിൾ കാറും എന്തോ കോയിൻസും കൂടെ കീഴിൽ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് അത്രയും തിരക്ക് വരുന്ന ഒരു സ്ഥലമായിരിക്കും ഇത് കേട്ടോ. ലുക്ക് അറ്റ് ദ ലൈൻസ്. നമ്മുടെ ശബരിമലയിലുള്ള ലൈൻസ് പോലെ തന്നെ ഉണ്ട്. എന്തൊരു സൈസ് തിരക്കുള്ള സ്ഥലമായിരിക്കണം. ഇപ്പൊ ആരുമില്ല. നമ്മള് ഭാഗ്യം കേട്ടോ. ഇത്ര തിരക്കില്ലെങ്കിൽ എന്തിനാ ഇവർ ഇത്ര നടക്കാൻ വെക്കുന്നേ? പക്ഷെ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. അവിടെ പോയിട്ട് നേരെ അങ്ങോട്ട് കയറാം. ആ നന്നായി. ഏതാ കളറ്? ഓക്കെ. 1 2 3 വെൽക്കം ടു നാത്രാങ്. Look at this guys. ഇതിനാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാത്രാങ് എന്ന് പറഞ്ഞ സ്ഥലം? ഇല്ലല്ലോ. അതാ. പക്ഷെ ലുക്ക് അറ്റ് ദിസ്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഓപ്പൺ ആണ്. കേബിൾ കാറിന് ഇവിടെയൊക്കെ നല്ല കാറ്റും വരുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ? ഓ പിന്നെ ആവശ്യമില്ലാതെ ഇവിടെ കമന്റ് ഒന്നും അടിക്കണ്ട. എന്ത് സിഗിയും നമുക്ക് നീന്താൻ അറിയില്ലല്ലോ. ശരിക്കും ഒരു വെനീസിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ ഏതെങ്കിലും പോർച്ചുഗൽ പോർട്ട് സിറ്റിയിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് അല്ലേ? ഇവിടെ ബോട്ട്സ് ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. അത് റിസോർട്ടിലേക്കുള്ള ഗസ്റ്റിനാണ്. ആൻഡ് ഇതിന്റെ അകത്ത് ഫുൾ ബഗി സർവീസസ് കാണാം, അമ്യൂസ്മെന്റ് പാർക്ക് കാണാം, വാട്ടർ പാർക്സ് കാണാം. കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇതിന്റെ അകത്ത്. ആൻഡ് ഇതാണ് നമ്മുടെ കേബിൾ സ്റ്റേഷന്റെ ലാൻഡിങ്. ഒരു ഡിസ്നിയുടെ കാസിൽ പോലത്തെ സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഇനി വെളിയിൽ പോകുമ്പോ നോക്കിക്കോ കേട്ടാ. What is this place എന്നായിരിക്കും നിങ്ങളുടെ ഒരു ചോദ്യം. So welcome to നാത്രാങ്. ദീക്ഷിച്ച ഏതോ ഒരു സ്ഥലം വിയറ്റ്നാമിലെ. ഇത് പ്രോപ്പർ ഇംഗ്ലണ്ട് അല്ലേ? യൂറോപ്പ്. ആൻഡ് ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്സ് ഉണ്ട്. അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ റിസോർട്ടിൽ തന്നെ താമസിക്കാം. ഫുൾ രാത്രിയൊക്കെ ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അതേ പറഞ്ഞത് കുറെ കാര്യങ്ങൾ. അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്, അക്വേറിയം ഉണ്ട്, സൂ ഉണ്ട് ഈ ഐലൻഡിൽ.
ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ സമയമില്ല. പിന്നെ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടല്ലോ. ഷോപ്പിംഗ് സെന്റേഴ്സ്, ഫുഡ് കോർട്ട്സ്, തിയേറ്റേഴ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇല്ലാത്ത നമ്മുടെ ഒരു കുറവുണ്ടായിരുന്നു. അത് തികഞ്ഞു. എന്താ പറയാ പ്രിയ, ഇതിൽ ഇരുന്ന് ബിയർ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിച്ച് അവര് ചുറ്റിക്കും. നമുക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കോഫിയിലുണ്ടെങ്കിൽ ഇത് കയറി ഇരുന്ന് കോഫി കുടിക്കാം. വൈകുന്നേരം നോക്കാം. ആദ്യമേ വേദുവിന്റെ വിശക്കുന്നു. എന്താ ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വിയറ്റ്നാം is the place to be in 2026. അല്ല, വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് വെരി അഫോർഡബിൾ, അതാണ് മെയിൻ, ആൻഡ് വെരി ക്ലീൻ. അതെ. ആൻഡ് ഇതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ പോണെങ്കിൽ ഇവിടെ അതിന്റെ ഒരു മിനിയേച്ചറും ഉണ്ട്. അതെ, അതുപോലെ കുറെ യൂറോപ്യൻസും വരുന്നുണ്ട്. കുറെ യൂറോപ്യൻസും ഉണ്ട്. ഇന്ത്യൻസ് ഞാൻ കുറവാണ് കണ്ട്. ഭാഗ്യത്തിന് ഇപ്പൊ ഇന്ത്യൻസ് നമ്മുടെ തായ്ലൻഡ് പോലെ പേര് ഇവിടെ അധികം മോശമായിട്ടില്ല. അപ്പോൾ മോശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റൂഡായി ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് മുമ്പേ ഇങ്ങനത്തെ സ്ഥലത്ത് വരിക. ഹോച്ചിമിന്നും അവിടെയൊക്കെ കുറെ ഇന്ത്യൻസ് വന്നിട്ട് ഇപ്പോൾ ഓൾറെഡി അവർ കുറച്ച് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട് വിയറ്റ്നാമിലെ ഹോച്ചിമിനിലൊക്കെ. അപ്പോൾ മെയിൻ സെന്റേഴ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും അൺഎക്സ്പ്ലോർഡ് ആണ്. നമ്മുടെ പേര് മോശമാക്കുന്നതിന് മുമ്പേ നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക. ഇതിന്റെ ഒക്കെ ഭംഗി നോക്ക്. ഇത് ഇവിടെ അഡിഡാസ് ഒക്കെ ഉണ്ട് കേട്ടാ. ഔട്ട്ലെറ്റ് മോൾ പോലെയാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇത്രയും ബ്രാൻഡ്സ് ഒന്നും വിചാരിച്ചില്ല. ഇവിടെ ഇത് അവിടെ കണ്ട അഡിഡാസ്, സ്കെച്ചേഴ്സ്, അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആദ്യമേ കഴിച്ചിട്ട് ബാക്കിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് വെറുതെ നടന്നു കാണാൻ തന്നെ ഒരു ദിവസം വേണം. എൻ്റെ അഭിപ്രായം നിങ്ങൾ ഇവിടെ വന്ന് ആ റിസോർട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം അപ്പോൾ കേബിൾ കാറൊക്കെ ഫ്രീയാണ് റിസോർട്ടിൽ താമസിക്കുന്നവർക്ക്. വേറെ ഗുണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യണ്ടെങ്കിൽ ഇവിടെ പോലെ സൂപ്പർ മാർക്കറ്റിൽ കോഫിയും ഫുഡൊക്കെ ഉണ്ട്. സാധാരണ നമ്മുടെ 7-Eleven സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റിൽ സാധനങ്ങൾ വാങ്ങി വെളിയിലും ഇരുന്ന് കഴിക്കാം. സോ നിങ്ങൾ അധികം സ്പെൻഡ് ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ഇവിടെ കേട്ടോ. പല ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികൾ പ്രാമില്, പാരൻസിന് നടക്കാൻ വയ്യ, എല്ലാവർക്കും പറ്റിയ സ്ഥലമല്ലേ ഇത്. വീൽ ചെയർ തള്ളിക്കൊണ്ട് നടക്കാം, പ്രാം തള്ളിക്കൊണ്ട് നടക്കാം. ഇരിക്കാൻ ഇത്രയധികം സ്ഥലം എവിടെയും കണ്ടിട്ടില്ല. എവിടെ അതാണ് ക്ലീൻനെസ് നിങ്ങൾ നോക്കിക്കേ. ആൻഡ് ഫോർ ഇൻക്രെഡിബ്ലി അഫോർഡബിൾ പ്രൈസ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് പൈസ വെച്ചും കൂടെ നോക്കിക്കഴിയുമ്പോൾ വിയറ്റ്നാം തന്നെയാണ്. ഇതൊന്നും വേറെ എവിടെയും കിട്ടില്ല. യു തിങ്ക് യു ക്യാൻ ഗെറ്റ് ദിസ് ഇൻ സിംഗപ്പൂർ? നെവർ. ഇത്രയും ഒരു ഫെസിലിറ്റീസും ഈ റേറ്റൊന്നും കിട്ടില്ല. ജപ്പാൻ നടക്കില്ല, ബാങ്കോക്കിൽ ഒട്ടും കിട്ടില്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യ വേറെ എവിടെയും നോക്കണ്ട. കം ടു വിയറ്റ്നാം. ചോയ്സ് ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. KFC തൊട്ട് ലോക്കൽ ബാൻമി കിട്ടുന്ന സ്ഥലം തൊട്ട് ലൊട്ടേരിയ, യുവർ റാമൻ, എവറിത്തിങ് ഇസ് ദേർ. സൈഡിൽ നോക്ക്. ഇതാണ് വിയറ്റ്നാം പ്രിയ, ഇതാണ് വിയറ്റ്നാം. ഞാൻ ഇനി എപ്പോഴും വിയറ്റ്നാമിൽ അതിന്റെ കൂടെ ഈ വെതറും പറയാം. എപ്പോഴും വിയറ്റ്നാമിൽ പോകണം. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരണം, അല്ലാതെ തിരക്കുള്ള സ്ഥലത്ത് പോയിട്ട്. അല്ല, ഞാൻ പറഞ്ഞ ഈ വെതറും ഇപ്പൊ സിംഗപ്പൂർ, മലേഷ്യ, കംബോഡിയ, തായ്ലൻഡ് ഒക്കെ പോയ ചൂടല്ലേ. ഈ വിയറ്റ്നാമിൽ മാത്രമേ തണുപ്പ് കിട്ടുള്ളൂ. ഇവിടെയാണ് വിൻ വണ്ടേഴ്സ് വരുന്നത്. വിൻ വണ്ടേഴ്സ് ആണ് ഇവരുടെ ഇത് അമ്യൂസ്മെന്റ് പാർക്ക്. പക്ഷെ അറിയാലോ, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫുൾ ഡേ പോവും. ഹെയർ വാഷ് ചെയ്യാനുള്ള സ്പാ തൊട്ട് ഫുഡ് മസാജ് വരെ ഉണ്ട്. അപ്പൊ കൊള്ളാം. ഇത്രയും നടന്നു കഴിഞ്ഞാൽ ഫുഡ് മസാജ് ചെയ്യാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇന്ന് പൊളിക്കും കേട്ടാ. നമ്മുടെ മിക്സിയും ഉണ്ട്, ചൈനീസ് ഫേമസ് ആയിട്ടുള്ള മിക്സിയും. ഇവിടുത്തെ ഒരു ലൈം സോഡയും എല്ലാം സെറ്റപ്പാണ്. കോഫിയൊക്കെ വൈകുന്നേരം ഇവിടെ തന്നെ കുടിക്കാം. KFC ഇവിടെ വിയറ്റ്നാമിൽ വന്നിട്ട് കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതും സെറ്റായി. ഇത് കണ്ട ഒരു ചിക്കൻ റൈസ് കോംബോ, ഒരു പോപ്കോൺ റൈസ്, പിന്നെ 2 ചിക്കൻ, ഒരു കോൾസ്ലോ, ഒരു മാഷ് പൊട്ടേറ്റോ, ഒരു വലിയ പെപ്സി, ഒരു എഗ് ടാർട്ട് ആൻഡ് ഒരു ഐസ് ടീ. ഇതെല്ലാം കൂടെ ഏകദേശം 264. സോ ഒരു 700 രൂപ 750 രൂപയാണ് വന്നിരിക്കുന്നത് വിയറ്റ്നാമിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ. ഇവരങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ടൂറിസ്റ്റ് സ്ഥലത്ത് റേറ്റ് കൂടുതലൊന്നും ചാർജ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലായിടത്തും ലാവിഷാണ് ഇവിടെ. വേറൊരു കാര്യം കൂടെ ഉണ്ട് വിയറ്റ്നാമിൻ്റെ പ്രിയ, ബാത്റൂംസ്. പിന്നെ ഡോട്ടി. ചൈനയിൽ വെച്ച് നോക്കിയിട്ട്, തായ്ലൻഡിൽ വെച്ച് നോക്കിയിട്ട്, ഈവൻ കമ്പയർഡ് ടു യൂറോപ്യൻ കൺട്രീസിൽ വെച്ച് നോക്കിയിട്ട്, ഐ ഫീൽ വിയറ്റ്നാമിലെ ബാത്റൂംസ് ആണ് ഈവൻ നമ്മൾ ആ ബസ് സ്റ്റാൻഡില്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ബാത്റൂമിൽ പോയിട്ട് സോ ക്ലീൻ. സത്യം, അത് ഒന്നും പറയില്ല. ദൂരം ഫുഡാന്ന് നോക്കിക്കേ. കോൾഡ് സ്ലോയും ചിക്കനും. പ്രിയയുടെ റൈസ് ആക്ച്വലി ഫ്രൈഡ് ചിക്കൻ ഓക്കെ, പക്ഷെ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഗ്രേവി ഉണ്ട്, എഗ് ടാർട്ട് ഉണ്ട്. ഇത് വേദുവിൻ്റെ എഗ് ടാർട്ട്. ആൻഡ് ദെൻ ദിസ് റൈസ്, പോപ്കോൺ റൈസ്. ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡിനും. അല്ല, ഇത്രയും അടിപൊളി ഫെസിലിറ്റി കണ്ടുപിടിച്ചിട്ട് അധികം ആൾക്കാരേ ഇല്ല.
ഞങ്ങൾ KFC കഴിച്ചു വന്നു. ഐസ്ക്രീം വേണോ? അയ്യോ വേണ്ട. എന്താ അയ്യോ? ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല എന്ന് അറിഞ്ഞൂടെ. ബബിൾ ടീ കുടിക്കുവോ? ഇപ്പൊ വേണ്ട, കുറച്ച്. ഇപ്പഴല്ലേ കൊക്കോകോള കുടിച്ചേ. കൊക്കോകോള അല്ല, ഐസ് ടീ അല്ല കുടിച്ചേ. അമ്മയ്ക്ക് അതെ, അത് കറക്റ്റ്. അമ്മയ്ക്ക് ചൂട് സ്ഥലം ഇഷ്ടം, അപ്പയ്ക്കും വേദനും തണുപ്പ് സ്ഥലം ഇഷ്ടം, സ്നോ ഉള്ള സ്ഥലം. ഇവിടുത്തെ ഒരു ഗുണം എന്തായിരിക്കും അറിയോ? റൈഡ്സിന് ക്യൂ കാണില്ല, സുഖമായിട്ട് കയറി എൻജോയ് ചെയ്തിട്ട് വരാം. നമുക്ക് അടുത്ത ഡിസംബറിലോ അല്ലെങ്കിൽ ഈ വെതർ ഉള്ളപ്പോ ട്രാവൽ വിത്ത് OHF വെച്ചാലോ വിയറ്റ്നാം. നല്ല വെതർ നോക്കി, അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ നല്ല വെതറാ. അല്ല, അതാണ് ഗുണം. നാട്ടിലെ സമ്മർ വെക്കേഷനിൽ ഇവിടെ തണുപ്പ് ജാക്കറ്റ് വേണം. അത് പ്ലാൻ ചെയ്തല്ല മാർച്ച് ഏപ്രിലില്. വെക്കേഷൻ ടൈം അല്ലേ? ആ, വെക്കേഷൻ ടൈം. ഫാമിലി ട്രാവൽ വിത്ത് OHF ടു വിയറ്റ്നാം. വിത്ത് കിഡ്സ് ഫാമിലി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടിയിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് പറയാം. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തുണ്ട് ടു വിയറ്റ്നാം. സൂത്തോപ്പി ഒന്നും വാങ്ങുന്നില്ല, നിർത്തിക്കോ. മിനിസോയി കണ്ട അമ്മയ്ക്കും മോനും തുടങ്ങും അങ്ങോട്ട് ഇത് കൈതരിപ്പ്. ഹലോ, എങ്ങോട്ടാ? എന്നാ ഇത് പ്രിയക്ക് മിനിസോയി കയറിയില്ല. എന്തെങ്കിലും വാങ്ങാതെ പ്രിയക്ക് സമാധാനം ഇല്ലല്ലോ. ഇതുകൊണ്ടാ ഫോണിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയി കുത്താം. ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്. ആ സമയത്ത് നമുക്ക് ബാക്ക് സേഫ് പോലെ സ്ലോ ആയിട്ട് ചാർജും ആവില്ല, ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. പോരെ? ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഫോണിൽ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അടുത്ത ഒരാൾ പിണങ്ങി പോയിട്ടുണ്ട്, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അടുത്ത ആള് സാറ്റിസ്ഫൈ. റിലാക്സിംഗ് ഷാംപൂ ഹെയർ വാഷ് 450 രൂപ. ഇവിടെ ഈ മറ്റേ മസാജ് ഭയങ്കരമായിരുന്നു അല്ലേ? ഇവിടെ രാത്രിയാകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ പ്രിയ. ലൈറ്റ്സ് ഒക്കെ വന്ന് ഫുൾ ഡേ ഇവിടെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പ്രിയയുടെ കാല് റിക്കവർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഒരു മാക്സിമം ഒരു 5 to 10 minutes നടക്കും. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് ഇരിക്കും. അങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മൊത്തം ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റില്ല. കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിക്കാം. ബാക്കി കുറേയൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും കാണിക്കുന്നത്. പറയാതിരിക്കാൻ പയ്യാട്ടാ, കുറേ ഷോപ്സ് ഇത് ഇതുപോലെ ക്ലോസ് ബോർഡാണ്. ഇത് തന്നെയാണ് ഫൂക്കോക്കിന്റെ ഒക്കെ അവസ്ഥ ഞാൻ കേട്ടത്. സോ ബിഗ് ദാറ്റ് ഇറ്റ്സ് നോട്ട്, അത് ഫുൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയധികം ഉണ്ട്. കണ്ടു, ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ കാണുന്ന ഷോപ്സ് ഒക്കെ. കഷ്ടം എന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് കയറണം. ഇത് ഹാർബർ മാർക്കറ്റ് ആണ്. എനിക്കൊന്ന് ഷോപ്പിംഗ്, ഫുഡ്, വേറെ ഫാഷൻ, സൂവനിയേഴ്സ്, അങ്ങനെ കുറേ ഉള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ഏരിയ എന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കൊറിയൻ സ്പാ വരെ ഉണ്ടല്ലോ. നമുക്ക് ഇത് മൊത്തം കാണണമെങ്കിൽ ആ ട്രെയിനിൽ കയറി പോകണം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അഡിഡാസിൽ കയറിയിട്ട് പോവാം. നോക്കി ഇതിന്റെയൊക്കെ സൈസ് നോക്കിക്കേ ഗൈസ്. ഒരു സ്ഥലത്ത് നിന്ന് നടന്ന് ഒരു സ്ഥലത്തേക്ക് എത്താനൊക്കെ ഇതൊക്കെ എനിക്ക് ആക്ച്വലി യൂറോപ്പ് പോലും അല്ല, റഷ്യൻ സെയിന്റ് പീറ്റർസ്ബർഗിന്റെ ഒക്കെ ഒരു ഓർമ്മയാണ് വരുന്നത് സൈസ് കാരണം. സോ മെനി ഓഫ് തിങ്സ്. പക്ഷെ കുറേയൊക്കെ ഒരു സെറ്റ് തന്നെയാണ്. ഓബ്വിയസ്ലി ഈ ബിൽഡിങ്സ് മുകളിലേക്കൊന്നും ഒന്നും ഇല്ല. ബട്ട് ദേ ജസ്റ്റ് ബിൽഡ് ഇറ്റ് ടു ഷോ ഇറ്റ് സോ ഹ്യൂജ്. പക്ഷെ നോക്ക്, ആൾക്കാരേ ഇല്ല. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്യൂസ്മെന്റ് പാർക്കും അവിടെ ഇവിടെയൊക്കെ റഷ് ഇല്ലാതെ വന്ന് എൻജോയ് ചെയ്യാം. ഇത് ഇങ്ങോട്ട് കിടക്കുവാണത്, നോക്ക് സ്ഥലങ്ങള്. അതെ, ഈ സൈഡും ഇത് എങ്ങനെ കവർ ചെയ്യാനാ? നടന്നെന്തായാലും പ്രിയനെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. ട്രെയിനിന് മുമ്പിലൊന്നും കയറി ചാടലേട്ടാ, മറ്റേ പീസ് ആയി പോവും. ഇത് ഫ്രീയാ, ഷോയ്ക്കൊന്നും പൈസ കൊടുക്കണ്ട. ആ കേബിൾ കാറിൽ ഇങ്ങോട്ട് വന്നാ മതി. അടിപൊളിയല്ലേ? അവിടെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഫുൾ സ്ട്രീറ്റ് ഫുഡ്, ഫുൾ നമ്മുടെ ബാങ്കോക്കിലെ വാക്കിംഗ് സ്ട്രീറ്റ് പോലെ സ്ട്രീറ്റ് ഫുഡാ ബാക്കില്. ഇഷ്ടപ്പെട്ട? പൈറേറ്റ് ബേ ഷോ ആണ്. ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ ഞാൻ അധികം കാണിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ തന്നെ ഇതൊക്കെ എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ലുക്ക് ഫോർവേഡ് ചെയ്യാനില്ലല്ലോ. ബട്ട് ഇത് അമേസിംഗ്. ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ അടിപൊളി. ആ ക്രോ വന്ന് ഇവിടെ ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രോ പ്രിയനെ വന്ന് തോളത്ത് കട്ടി. ഗുഡ് ബോസസ് ബാഡ് പോലെയാന്ന് തോന്നുന്നു കേട്ടാ. ഇവര് ഗുഡും ഇവര് ബാഡും. ക്രൗഡൊക്കെ ആയിട്ട് ഇന്ററാക്ടും ചെയ്യുന്നുണ്ട്. ആലോചിച്ച് ഗൈസ്, ഇന്നൊന്നും പൈസ പോലും എക്സ്ട്രാ കൊടുക്കണ്ട. ഇവിടെ വരുന്നവർക്കൊക്കെ ഫ്രീ എന്റർടൈൻമെന്റാ. പ്രിയയുടെ ഒരു പെർഫെക്റ്റ് എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? പെർഫെക്റ്റ് എൻജോയ്മെന്റ് എന്ന് പറയുന്നത് നല്ല വെതർ, എല്ലാം ഒരു സ്ഥലത്ത് കിട്ടണം. ഇതുപോലെ ഒരു യൂറോപ്യൻ ഫീലും വേണം. പൈസയും ചെലവും പാടില്ല. എല്ലാം ഉണ്ട്. അതാ മെയിൻ. ചൂടുമില്ല, ഫ്രീ ഷോസ്,
ഈ ട്രെയിനിൽ കയറി ഒന്ന് കറങ്ങിയാലോ? വെയിലുമില്ല. വെയിലും ഇല്ല. ഇതിൽ കൂടെ പോകുമ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എന്തൊക്കെ ഉണ്ടെന്ന്. വേറെ എവിടെയാണെങ്കിൽ നമ്മളെ മൈൻഡിയത്ത് പോലും ഇല്ലല്ലോ. ആൻഡ് ഇവര് ഫോട്ടോ എടുക്കാൻ ടിപ്സ് ഒന്നും വാങ്ങുന്നില്ല. എല്ലാരും ബാങ്കോക്ക് ആണെങ്കിലോ ഫോട്ടോ എടുപ്പിക്കുള്ളൂ പൈസ കൊടുത്തതിന് ശേഷം. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മള് കൊടുക്കും, അത്രേ ഉള്ളൂ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു സോനയൊക്കെ ഉണ്ട്, സോന ബാത്തൊക്കെ, അത് നല്ല രസമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ നേരെ പോകുന്നത് ഇങ്ങോട്ടാണ്, ഫുഡ് കോർട്ട്. കംപ്ലീറ്റ് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട് ഇവിടെ, കണ്ട കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡ് കൗണ്ടേഴ്സാ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മള് കറക്റ്റ് ആയിട്ട് സ്ട്രീറ്റിൽ എങ്ങനെ ഫുഡ് എടുത്ത് ആ റേറ്റും ഉള്ളു. ഇവിടെ ആണ് ഹോണ്ടഡ് ഹൗസ്. അപ്പയും ഏതും കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വരും ഇങ്ങോട്ട്. വെനസ് പബ് എന്നൊക്കെ പറഞ്ഞ അവര് യൂറോപ്പിന്റെ ബേസ് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടാ. പക്ഷെ കൊറേ ഫുൾ കാലിയല്ലേ, ചിലപ്പോ ഫുള്ളാവുമായിരിക്കും ടൂറിസം വന്നുകൊണ്ട് തുടങ്ങി കഴിയുമ്പോഴേ. ഇത് തുടങ്ങിയിട്ട് ഇത്ര നാളായി വലിയ ഐഡിയ ഇല്ല. അതൊക്കെ നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ലേ. നോക്ക് കംപ്ലീറ്റ് സ്പേസ് ഉണ്ട്, പക്ഷെ കാലിയാന്നേ ഉള്ളൂ. ഇതൊക്കെ എന്ത് രസമല്ലേ. നോക്ക് നേരെ സീ സൈഡ്. ഇവിടെ വിയറ്റ്നാമീസ് ബുഫേയും ഫുഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ് ഫുൾ ടൈം നടത്തിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ഇതേ നാത്രാങ് സിറ്റിയുടെ വ്യൂ കാണാം. ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ബിൽഡിങ്സ് ഒക്കെ. എല്ലാ ഹോട്ടൽസും ഏകദേശം ഇവിടെ നമുക്ക് തന്നെ കിട്ടുന്ന വളരെ അഫോർഡബിൾ നല്ല മോഡേൺ ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഹോട്ടൽസുമാണ്. നോക്ക് ഇവിടെ കേബിൾ കാർ പോകുന്നു. ആൻഡ് ഇവിടുന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ വാട്ടർ ഫ്രണ്ട് ഹോട്ടൽ. ഇത് ഫേക്ക് സിറ്റിയാ. കറക്റ്റ് ആയിട്ട് എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും കേട്ടോ. ജെറ്റ് സ്കീയും റിസോർട്ട്സും എല്ലാം ഉണ്ട്. വാട്ട് പ്ലേസ്. എല്ലാം അടുത്തുവാ. ഒരുപാട് ട്രാവലിങ്ങോ സമയം ഒന്നും പോകില്ല. ഇവിടെ ആക്ച്വലി ഹോച്ചിമിൻ ഇല്ലേ, അവിടുന്ന് 3 മണിക്കൂറിലെങ്ങാണ്ട് കാറി വരാം. പരിപാടി ഇനി അടുത്ത വണ്ടി കയറാം. നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് കയറി നോക്കിട്ട് പോയല്ലോ, പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ബാ ഇവിടെ എന്തെങ്കിലും കാണുമ്പോ ഏതു ഇതൊക്കെ എന്ത് ഭംഗിയാണ്. നന്നായി ചെയ്തിട്ടുണ്ടല്ലേ. ഒരു മോള് പോലും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഹാർബർ മാർക്കറ്റ് പോലെയാ. സൂവനിയേഴ്സും ഷോപ്പിംഗ് ഒക്കെ, പക്ഷെ അതിലും വിയറ്റ്നാമീസ് തീമിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഈ എന്താ പറയുന്നത് ഈ ലോക്കൽ സ്ട്രീറ്റ് മാർക്കറ്റിൽ കാണാം സൂവനിയേഴ്സും കുറച്ച് ഫുട്ബോൾ ജേഴ്സീസും. പിന്നെ ഈ നത്രാങ്ങില് ഈ ക്രോക്കഡൈൽ ലെതർ വെച്ചുള്ള കുറേ സാധനങ്ങളെ കണ്ടു. എനിക്ക് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയില്ല, പക്ഷെ കുറേ പേഴ്സസും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. ബെൽറ്റും ജാക്കറ്റ്സ് ഒക്കെ എല്ലാം ഈ ക്രോക്കഡൈൽ ലെതർ എന്നാണ് പറയുന്നത്. സത്യമാണോ എന്ന് അറിയില്ല. ഷെൽസിന്റെ അവർ കംപ്ലീറ്റ് വിയറ്റ്നാമിന്റെ സോവനിയേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് ഡ്രാഗൺ, പിന്നെ കുറെ ഷെൽസിന്റെ ഐറ്റംസ്, ഇതൊക്കെ ഷെല്ല് വെച്ചുള്ള ഔളൊക്കെ. വെറുതെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം അല്ലേ. വിയറ്റ്നാമീസ് സോവനിയേഴ്സ് വേണമെങ്കിൽ. മാറ്റ്സ്, ലബൂബു എനിക്കിഷ്ടമല്ല. അതിനാരും വാങ്ങില്ല. ലബൂബു ഇപ്പൊ ആരും വാങ്ങുന്നില്ല, അതിപ്പോ ഫേമസ് അല്ല. പോരാണ്ട് അവിടെ ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ല, നോക്ക് ബാക്കിൽ മറ്റൊരു ഫൺട്യൂറ പോലത്തെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക്. കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് അല്ലേ ഇവിടെ റിസോർട്ടിൽ താമസിച്ചാ. കുട്ടികൾക്ക് ആ റിസോർട്ട് എങ്ങനെ ഇരിക്കാവോ, നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ പകരമാണ് മൂവാൻപിക്ക് താമസിച്ചത്. അതല്ലേ നല്ലത്, അതാ ബെറ്റർ. അത് നല്ല ഇതും നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷെ ഉള്ളത് വേറൊരു ഭാഗ്യമായി പോയിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. വേദുദേ അതിൽ പോകുന്നുണ്ട്. 15 മിനിറ്റ് വേദുന്ന റൈഡ് ഉണ്ട്. നമുക്ക് മിക്സ് ഇപ്പൊ ഒരു ബബിൾ ടീ കുടിക്കാം ടൈമില്. വലിയ റേറ്റ് ഇല്ല കേട്ടോ. ഇതൊക്കെ ഒരു 290 റുപ്പീസ് ആണ് 15 മിനിറ്റത്തേക്ക് ഈ വേദു ഓടിക്കുന്ന സാധനം. ആൾക്കാർ കണ്ടിട്ട് ഈ വണ്ടി ഉണ്ടോന്ന് ചോദിക്കും. ഇതല്ല, ഇത് നമ്മളിപ്പോ ഇവിടെ 500 രൂപയ്ക്ക് 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കിട്ടും പൈസ. തിരിച്ചു പോകുമ്പോ 5000 രൂപ ആയിട്ട് പോവാം. മിക്സിന്ന് എവിടെ പോയാലും ലെമൺ ടീ ട്രൈ ചെയ്യുക. ഏകദേശം ഒരു 40 രൂപ വല്ല ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ബ്രൗൺ ഷുഗർ ബോബ ടീ, ഇതതില്ല, ബോബ ഇല്ല, ഇത് പേളാണ്. പക്ഷെ ബ്രൗൺ ഷുഗറിന്റെ ബോബ ടീയും ട്രൈ ചെയ്യുക. രണ്ടും അമേസിംഗ് ആണ്. ദ മോസ്റ്റ് അഫോർഡബിൾ ഇതുപോലത്തെ ഡ്രിങ്ക് പ്ലേസ് ഇൻ ദ വേൾഡ് ആണ് ഈ ക്വാളിറ്റി കിട്ടുന്നത്. മിക്സ് അമ്മയ്ക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് മാക്സിമം ചില്ല് ചെയ്തോ, എന്നാലേ എന്തെങ്കിലും വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞാൽ. ഈ ആളുടെ പേര് പ്രിയ മോഹൻ അല്ല, പേര്
ചിൽമോഹനോ? പിന്നെ എന്തിനാ വലിയ ആളെ പോലെ കേറി വരുന്നത്? ഓ ഇല്ല ഇല്ല. പിന്നെ വെളിയിൽ വലിയ ഡയലോഗ് ആയിരുന്നല്ലോ. ഇതൊക്കെ ഇവിടുത്തെ പ്രേതം. അയ്യേ ഏത് പോ കണ്ട എങ്ങോട്ട് പോവാണ് ഞാൻ? എവിടെ ബാക്കില് വന്ന് പൈസ കൊടുത്തല്ലേ ഫുൾ കണ്ടിട്ട് പോയാ മതി. വന്നേ ആ കണ്ട കണ്ട എങ്ങോട്ട്? ഇതാണ് ഇവിടുത്തെ ഹൊറർ ഹൗസ്. ഇത്രേ ഉള്ളൂ. ആ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ജംപ് സ്കെയർസ് കേട്ടാ. വേദുവിന് പിന്നെ അതെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം വേദു എങ്ങനെ ഇരിക്കുന്നേന്ന്. എങ്ങോട്ട് പോണോ? ഇത് മേത്തൂടെ നടന്നു പോണോ? അത്യാവശ്യം ഒരു ഇഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. കഴിഞ്ഞു. ആ വെളിയിൽ പോയിട്ട് വലിയ ആളെ പോലെ വെളിയിൽ നിന്ന് വന്ന തിരിച്ചു വന്ന അവസ്ഥ ഇതാ. ആന്റി വരച്ചിരിക്കുന്നു. ഓടിക്കോ. നമ്മളെ ഇവിടുത്തെ മ്യൂസിക് ഒക്കെ മാറ്റും, കാം മ്യൂസിക് ആക്കും. ആൻഡ് ലൈറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. വാവ്, നല്ല കാറ്റും. ലുക്ക് അറ്റ് ദ ക്ലോക്ക് ടവർ. ഓ ലൈറ്റ്സ് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ലൈവ് ഇവന്റ്സ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം 2 എണ്ണമെങ്കിലും കാണും പെർഫോമൻസ്. അതിനൊന്നും എക്സ്ട്രാ പൈസ കൊടുക്കണ്ട. ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഫ്രീ എക്സ്ട്രാ പൈസ, നമ്മുടെ എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങുന്നില്ല കേട്ടോ. അവര് തന്നെ വന്നാൽ എടുത്തു തരുന്നത്. വൈകുന്നേരം ആകുമ്പോ എന്ത് രസമാണ് നോക്ക്. ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ ഓപ്പോസിറ്റ് നോക്ക്, നല്ല വ്യൂവും. അവിടെ ഇരിക്കാനും ബിയർ പാർലറും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ബഹളമായിരുന്നു. എല്ലാം കഴിഞ്ഞ് സൈലന്റ് ആയി. ഇനി ഫ്രണ്ട്ലി അറിയോ? എനിക്ക് അമ്യൂസ്മെന്റ് പാർക്ക് മസ്റ്റ് വിസിറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് നിന്ന് ഫോട്ടോ എടുക്കുക. സമ്മതിക്കണം അവരെ. നമുക്ക് അടുത്ത തവണ വരുമ്പോ ഞങ്ങൾ ഇവിടെ താമസിക്കുകയും ചെയ്യും, ഇതിന്റെ അകത്ത് 2 ദിവസം പോയി സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ അല്ല ഇതിന് വേണ്ടി ഇവിടെ വരാം. എന്ത് ഭംഗിയാന്ന് നോക്ക്. ആൻഡ് ബെസ്റ്റ് തിങ് ഐ എം ഷുവർ ഈ ടൈമിൽ ഡിസംബറിലൊക്കെ ആണെങ്കിൽ ക്യൂവും കാണില്ല, തിരക്കും ഇല്ല, മഴയും ഇല്ല, ചൂടും ഇല്ല. ഭയങ്കരമായിട്ട് എൻജോയ് സെറ്റപ്പ്. ശരിക്കും ഒരു പോർട്ടോയിലൊക്കെ പോയ ഒരു ഫീലിംഗ് ഇല്ലേ? പോർട്ട് സൈഡ്. ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ അറിയോ? ഒട്ടും തിരക്കില്ല. നമുക്ക് ബെസ്റ്റ് പാർട്ടാ, ഇവർക്ക് ബെസ്റ്റ് പാർട്ടല്ല. അതല്ല, ലൈക്ക് നമുക്ക് കൊറോണ സമയത്ത് വന്ന പോലെ ഉണ്ട്. അത് തന്നെ, കൊറോണ ടൈമിൽ വന്ന പോലെ ഉണ്ട്. കോഫി കുടിക്കാത്ത ഞാൻ ഇത്രയധികം കോഫി എന്റെ ലൈഫിൽ കുടിച്ചിട്ടില്ല. എല്ലാം ഐസ് കോഫിയാണ്. പക്ഷെ ഇവരുടെ വിയറ്റ്നാമീസ് കോഫി ഉണ്ടല്ലോ, ഒരു അഡിക്ഷൻ തന്നെയാണ്. ഒരു ദിവസം മിനിമം ഒരു 5 എണ്ണം ഞാൻ കുടിക്കും. ഇല്ല അത്രയൊന്നും കുടിക്കാറില്ല, 3 എണ്ണേ ഉള്ളൂ. ഞാൻ മിനിമം 5 എണ്ണം. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ 2 എണ്ണമെങ്കിലും മിനിമം കുടിക്കും. പിന്നെ ഇങ്ങനെ ത്രൂ ഔട്ട് ദ ഡേ. സ്ട്രോങ്ങും ആണ് സ്വീറ്റും ആണ്. അതെ, കാരണം അത്രയും കഫീൻ ഉണ്ട് ഇതില്. നോക്കിക്കേ രാത്രി ഇവിടുത്തെ ഭംഗി. ഭയങ്കര രസം കേട്ടാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ഭയങ്കര കത്തി വിലയൊന്നുമില്ല. പക്ഷെ യൂറോപ്യൻ ഒരു ഫീലാണ് മൊത്തം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുഡൊക്കെ വിയറ്റ്നാമീസ് ഫുഡൊക്കെ അവൈലബിൾ ആണ്. ഷോ തുടങ്ങിയിട്ടാ. എനിക്കൊന്ന് രാജ പ്രിൻസസും പ്രിൻസിന്റെ പോലത്തെ എന്തെങ്കിലും ഷോ ആയിരിക്കും. സോ ആക്രോബാറ്റിക്സ്, ഫൈറ്റ്, കംപ്ലീറ്റ് ഒരു തിയേറ്റർ വർക്ക് പോലെയാണ് ഇവിടുത്തെ ഷോസ് ഒക്കെ. കളിക്കണ്ടേ ഇതുപോലെ? നമുക്ക് കളിക്കണ്ടേ ഇതുപോലെ ന്യൂ ഇയറിന്? ഇതുപോലത്തെ ഡ്രസ് ഇടണം, എന്നിട്ട് ന്യൂ ഇയറിന് ഡാൻസ് ചെയ്യണം. എന്താ മാസ്ക് ഒക്കെ ഇടാം. സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. വാട്ട് ആൻ അമേസിംഗ് പ്ലേസ്, ഹാസ് ബീൻ എൻ അമേസിംഗ് ഡേ. ഇനി എനിക്ക് ഒരു സ്ഥലം കൂടെ കാണിക്കാനുണ്ട് പറ്റുമെങ്കിൽ. ഈ ഒരു സ്ഥാനത്ത് കയറാൻ മറന്നു കേട്ടാ. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. രാത്രിയിലത്തെ കേബിൾ കാറിന്റെ വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാം. അത് കൊള്ളാം. ബിയർ അടിക്കുന്നവർക്ക് നല്ലതാ. നമ്മൾ തിരിച്ചു പോണോ? ഇതെന്തൊരു സ്പീഡിലാണ് പോകുന്നത്. രാത്രി ഒന്നുമില്ല, ജസ്റ്റ് കടലിന്റെ മുകളില്. ഞാൻ എപ്പോഴും ആലോചിക്കും ഇങ്ങനെ നമ്മളൊന്ന് കടലിൽ ഇരുട്ട് കടലിൽ വീണ എന്തായിരിക്കും. അത് കുഴപ്പമില്ല, പക്ഷെ ബാക്കില് വെപ്പുകൾ നോക്ക്. നമ്മുടെ റിസോർട്ട് ഇത് എന്താ അല്ലേ, ഒരു സംഭവമായിരുന്നു ഇത്.
കറക്റ്റ് കോയിൻസിഡൻസ് ഇത് നമുക്ക് ഫയർ വർക്ക്സും കാണാൻ പറ്റി കേട്ടാ. അതിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. എനിക്കൊന്നും ഇത് മറ്റേ വണ്ടർ പാർക്കിന്റെ മറ്റേ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഫയർ വർക്ക്സ് ആണ്. ഷോ കഴിഞ്ഞതിന്റെ അതും കാണാൻ പറ്റി. അടിപൊളി. ഈ സ്ഥലത്തിന്റെ പേരാണ് വിൻപേൾ. ഈ നാത്രാങ് സിറ്റി ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ഒരു സിറ്റിക്ക്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ബീച്ച് ഫ്രണ്ടേജ് കണ്ടത് ഇതിൻ്റെ അപ്പുറം മൊത്തം ബീച്ചാണ് കണ്ട ഒരു സിറ്റി നാത്രാങ് തന്നെയാണ്. കംപ്ലീറ്റ് ഹോട്ടൽസും അതെങ്കിൽ കഫേസ് ഒക്കെ ബീച്ച് ഫേസിങ് ആണ്. ആൻഡ് ഈ റോഡ് എനിക്ക് തോന്നുന്നു കിലോമീറ്റർ, ഒരു 4 കിലോമീറ്റർ ആണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പോയ അമ്യൂസ്മെന്റ് പാർക്ക്. കംപ്ലീറ്റ് ഒരു 4 കിലോമീറ്റേഴ്സും ബീച്ച് ഫ്രണ്ട് റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ബീച്ച് തുടങ്ങി. ആൻഡ് ഇവിടെ കുറേ നല്ല ഇതുപോലത്തെ 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്, ബീച്ച് ഫ്രണ്ടേജ് ഉള്ളത്. നോട്ട് അറ്റ് ഓൾ എക്സ്പെൻസീവ്. പക്ഷേ ഞാൻ പറയുന്ന ഹൈലൈറ്റ് ഇവരുടെ വൈറ്റ് സാൻഡ് ബീച്ചസ് ആണ്. ഞാൻ നത്രാങ്ങിൻ്റെ കുറേ സ്പെഷ്യാലിറ്റി ആയിട്ട് നാളത്തെ വ്ളോഗിൽ വരുന്നതായിരിക്കും. ഇത്രയും യൂറോപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇതും കൂടെ പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമല്ലേ? ഞാനൊരു സംഭവമില്ലേ കണ്ട. ഇത് നോക്ക്, ഇത് കംപ്ലീറ്റ് ഒരു ബ്യൂട്ടിഫുൾ ഗ്രീക്ക് തീമാണ്. റെസ്റ്റോറന്റ് പേര് സാന്റോറിനി. അറിയില്ല. ഞാൻ എന്തായാലും സീ ഫുഡ് കഴിക്കണ്ടേ. ഞാൻ ഒരു ഫുൾ ഗ്രിൽഡ് തിലാപ്പിയ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഇതുപോലെ സോസ് ഒക്കെ ഇട്ടിട്ടായിരിക്കും അവർ ഗ്രില്ല് ചെയ്യുന്നത്. കണ്ടിട്ട് ഭയങ്കര കൊതിയാവും. നല്ല ഫ്രഷ് സീ ഫുഡ്. ഇപ്പം കൺട്രോൾ പോയി പറയാ, ഓർഡർ ചെയ്യേണ്ടി വന്നു. എന്ത് അവിടെ ഇരുന്ന് വെനിസോ. ഇതൊന്ന് ഞാൻ ഫ്രൈഡ് റൈസ് കൊടുക്കുവാണ്. ഗാർലിക് ബ്രെഡ് കഴിച്ചു. ഇവരുടെ സാന്റോറിനി എന്ന് പറഞ്ഞ ഗ്രീക്ക് ഐറ്റം ആ ഗ്രിൽഡ് ഫിഷ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇതുപോലെ വിയറ്റ്നാമീസ് ഫുഡും കുറച്ച് സ്റ്റേക്സ് ഒക്കെയാണ്. പക്ഷെ ഫുഡ് ഭയങ്കര നല്ലതാണ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എസ്പെഷ്യലി ദ എഗ് ഫ്രൈഡ് റൈസ് അടിപൊളി. At this amazing fish right off the grill. It is so soft, so hot. ഞാൻ കാണിച്ചുതരാം ചൂട് കാരണം. Look at this. ഇത് കണ്ട എങ്ങനെ കൊതി വരാതിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, 2 പേർക്ക് അത് ധാരാളമല്ലേ. ഞാൻ റൈസ് വേദോനും പറഞ്ഞു യു ക്യാൻ ഹാവ് ഇറ്റ്, എനിക്ക് ഫിഷ് മാത്രം മതി. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു കേട്ടോ. നമ്മുടെ തൊട്ട ഫ്രണ്ടിലത്തെ കടലില് അതിനെ പിടിച്ചാണ് ഇതേ കൊണ്ടുവന്നിരിക്കുന്നത്. ആഹാ, ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. നല്ല ഫിഷ്, നല്ല സ്കിന്ന്, പഞ്ഞി പോലെ ഇരിക്കുന്നു കേട്ടോ. പഞ്ഞിയല്ല, പൂ പോലെ ഇരിക്കുന്നു. പൂ പോലെ. പണ്ട് പ്രിയയുടെ പൂ പോലത്തെ സ്വഭാവമായിരുന്നു, ഇപ്പോഴാണ് മൂഷാട്ട ആയത്. പക്ഷെ മെയിൻ ഇപ്പോഴും പൂ പോലെ ഇരിക്കുന്നത്. എന്താ perfectly grilled. It is just so soft. ആർത്തി അറം മെഴുങ്ങിപ്പോയ സോ സോഫ്റ്റ്, മൈൽഡ് ഫ്ലേവർ. കുറച്ച് ചില്ലീസ്, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ് എൻഡിങ് ടു ആൻ അമേസിംഗ് ഡേ. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇറ്റ്സ് സോ ഗുഡ് ഗൈസ്, ഇറ്റ്സ് സോ ഗുഡ്. ആ സ്കിന്നിലും കൂടെ ആ ഫ്ലേവർ ഉള്ളൂ. അകത്തേക്ക് അത്രയും ഫ്ലേവേഴ്സ് ഇറങ്ങിയിട്ട്, ഐ മീൻ അത്രയും മസാല ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഫ്രഷ്നെസ്, ഫിഷിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് ക്ലിയറായി കിട്ടുന്നുണ്ട്. പിന്നെ ഭയങ്കര മോയിസ്റ്റാണ്, ഒട്ടും ഓവർ കുക്ക് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ വിജയം. എന്തായാലും അടിപൊളി. ചോറും മീൻകറി അല്ല ഇങ്ങനെ കഴിക്കാൻ. ആ ഫിഷ് മാത്രം കഴിക്കാം. ഇല്ല, ഫിഷ് മാത്രം കഴിച്ചാൽ അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അതും അല്ല, ചെറുതായിട്ടുണ്ട്, ഈ ചില്ലീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അകത്ത് നമുക്ക് അധികം മസാല കിട്ടില്ല. അപ്പൊ ഭയങ്കര ടേസ്റ്റ്. സോ എന്താ ഇത്ര ഫ്ലേവർ എന്ന് അറിയോ? ഇതിന്റെ അകത്ത് ലെമൺ ഗ്രാസ് ഒക്കെ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടാ, സ്റ്റഫ്ഡാണ്. അതിന്റെ ഫ്ലേവറാണ് മൊത്തം കയറിയിരിക്കുന്നത്. അത് നമ്മൾ പറയുമ്പോഴേ ഫ്രഷ് ഫിഷ് എടുത്ത് അവർ ഗ്രില്ല് ചെയ്യുന്നത്, അല്ലാതെ കുറച്ച് ഉണ്ടാക്കി വെച്ച് പിന്നെ ഗ്രില്ല് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഇല്ല. ഒട്ടും കുക്ക്ഡ് അല്ല, ഫ്രഷ് ആയിട്ട് നമുക്ക് വേണ്ടി അവർ കുക്ക് ചെയ്യുന്നതാണ്. അതാണ് ഇത്രയും ടേസ്റ്റ് ഇതിന്. അടിപൊളി. നാളെയും മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഞങ്ങളുടെ ഡിന്നർ. ആ ഫിഷ്, ഒരു ഫ്രൈഡ് റൈസ്, ഒരു കരിക്ക്, ഒരു ഗാർലിക് ബ്രെഡ്, ഒരു പെപ്സി. 1360. 1360. What are you saying? Yeah. Fish, you know, 4 ലക്ഷം ഇവിടുത്തെ കറക്റ്റ്. ഭയങ്കരമായി പോയില്ലേ? 1370. അപ്പൊ നാളെ വീണ്ടും ഇവിടെ കാണാം അല്ലേ ഡിന്നറിന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നത്രാങ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. പ്രിയ ജസ്റ്റ് ഗെറ്റിംഗ് ബെറ്റർ. ഞാൻ പ്രിയയുടെ ഈ വേനയൊക്കെ മാറാനാണ് മാക്സിമം. ഇൻഫ്ലമേഷൻ്റെ ഫിഷൊക്കെ നല്ലതെന്ന് കേട്ടിട്ടാണ് ഈ സ്ഥലം റിവ്യൂ ചെയ്ത് വന്നത്.
സോ മേ ബി ഇതൊക്കെ നല്ല ഡയറ്റും കുറച്ച് മരുന്നും എല്ലാം കൂടെ ആകുമ്പോഴേക്ക് ശരിയാവുമായിരിക്കും. സോ നത്രാങ് ഇസ് എ മസ്റ്റ് വിസിറ്റ്. നാളെ നത്രാങ്ങിൻ്റെ വേറൊരു ആംഗിളായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. നോക്കിക്കോ. അപ്പോൾ നാളെ ഒരു അടിപൊളി നത്രാങ് വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ.